ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കപ്പയെല്ലാം നട്ടത് എല്ലാം പൊടിച്ചു വന്നിട്ടുണ്ട്. ഇത് JCBക്കാണ് ഞാനിവിടെ കപ്പ നട്ടത്. അപ്പോൾ JCBക്ക് നടുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് ഈ പാഴ്മരങ്ങളുണ്ടല്ലോ, അതായത് എൻ്റെ ഇവിടെ പറയും വട്ടത്താമര എന്ന് പറയും, നിങ്ങളവിടെ വട്ടയിലെന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം നമ്മൾ തന്നെ JCB വരുന്നതിന് മുന്നേ വെട്ടുവത്തിയായിട്ടൊക്കെ പോയി വെട്ടി ഒരു സ്ഥലത്ത് കൂട്ടി തീയിട്ട് നശിപ്പിക്കുക. കഴിയുമെങ്കിൽ പുല്ലും ഒക്കെ ഒന്ന് പറിച്ച് തീയിട്ട് നശിപ്പിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ വിചാരിക്കും ഈ JCB വരയിലെ ഈ മരങ്ങളെല്ലാം കുഴിയെടുത്ത് നീണ്ട ശാലൊക്കെ എടുത്തിട്ട് ഇട്ടാൽ പോരെന്ന്. അങ്ങനെ ഇടപ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഈ എലികളുണ്ടല്ലോ, തുരപ്പൻ എന്ന് പറയുന്ന സാധനം സുഖമായിട്ട് ഈ നമ്മളെ പാഴ്മരങ്ങളൊക്കെ മണ്ണിൻ്റെ അടിയിലിട്ട് അതിൻ്റെ അടിയിൽ കയറിയിരിക്കും. തുരപ്പം മുകളിൽ വരില്ല, അടിയിൽ കൂടെ തുറന്ന് കപ്പയുടെ അടിഭാഗത്തുള്ള പോയി ആ മരിച്ചിനെ കപ്പയെല്ലാം തിന്ന് തീർത്ത് നിങ്ങളറിയില്ല, പുഴുവാൻ നേരത്തെ അറിയുള്ളൂ. അതുവരെ യാതൊരു ലക്ഷണവും കാണിക്കാത്ത ഒരു സാധനമാണ് തുരപ്പൻ. പെരിച്ചാഴയാണെങ്കിൽ മുകളിൽ കൂടെ ഒന്ന് തുറക്കും, അപ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിവതും JCB ആണ് ഇറക്കുന്നതെങ്കിൽ നേരത്തെ കൂട്ടിയെല്ലാം വെട്ടിയിട്ട് തീയിടുകയും, പിന്നെ ഈ JCB വരപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കോഴിക്കാരം പിന്നെ നമ്മൾ ചാമ്പലെല്ലാം ഉണ്ട് കേട്ടോ, ആദ്യം അത് വെതറിയിടുക. അതിനുശേഷം JCB ഇട്ട് ഇളക്കപ്പോൾ അതെല്ലാം മിക്സ് ആയിക്കോളും. ഞാൻ ഇവിടെ അങ്ങനെയാണ് ഇട്ടത്. ഇത് നല്ല അകലത്തിലുമാണ്, ഞാൻ കാണിച്ചു തരാം. ഈ രീതിയിൽ അകലത്തിലേക്ക് അതാ ഒന്നതാ ഇവിടെയും അടുത്ത ഇത്രയും ദൂരം. അപ്പോഴേ നമുക്ക് പറിച്ച് ഇതിൻ്റെ കാടൊക്കെ മൺമട്ടി കൊണ്ട് പറിച്ചിടാനും കപ്പ വന്നിട്ട് നല്ല രീതിയിൽ വരാനും സഹായിക്കും. വലിയ കുഴിയെടുത്ത് നടണം. അതായത് മണ്ണ് JCBക്ക് മണ്ണ് കൂട്ടിയിട്ട് നല്ല പൊക്കത്തിലാണ് ഇട്ടത്. ഇപ്പം മഴ വന്നപ്പോൾ താന്നതാണ്, എങ്കിലും നല്ല രീതിയിൽ എല്ലാം തപ്പൊടിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ സ്വന്തമായിട്ട് കാടൊക്കെ കൈകൊണ്ട് പുഴുത് മാറ്റിയതിന് ശേഷം 2 മാസം കഴിയുമ്പോൾ ഒന്ന് പറിക്കുമെന്ന് വെച്ചാൽ മണ്ണൊക്കെ ഒന്ന് ചിക്കി ചെയ്ത് ഞാനിവിടെ പറിക്കുമെന്ന് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ കമൻറ്റിൽ കൂടി അറിയിക്കുക. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങളുടെ നാട്ടിൽ ഏത് രീതിയിലാണ് കപ്പ നടുന്നതെന്ന് പറഞ്ഞു തരിക. ഇനിയിപ്പോൾ കുറച്ചുള്ളവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ സ്വന്തമായിട്ട് നട്ടാൽ മതി. ഇപ്പോൾ എനിക്ക് ഇത്തിരി കൂടുതലുള്ളതുകൊണ്ടാണ് ഞാൻ JCB വിളിച്ചത്. അപ്പോൾ 2 ദിവസത്തെ പണിയേ വന്നുള്ളൂ. ഇവിടെ മീറ്റർ കണക്കിനാണ് JCBയുടെ പണി. അല്ല, പണ്ടാണെങ്കിൽ മണിക്കൂർ കണക്ക്. ഇപ്പോൾ എന്ന് വെച്ചാൽ രാവിലെ വരപ്പെട്ട് അവരെ സ്റ്റാർട്ടിങ് ടൈം, അതായത് നമ്മൾ റീഡിങ് ഉണ്ടല്ലോ, കിലോമീറ്റർ റീഡിങ് അവർ എഴുതി തരും. ഒരു ഫോർ ദ എക്സാമ്പിൾ 620 ആണ് സ്റ്റാർട്ടിങ് നമുക്ക് എഴുതി തന്നു. വൈകിട്ട് പണി നിർത്തി JCB ഓഫ് ചെയ്യപ്പം അപ്പോഴുള്ള റീഡിങ് അപ്പോൾ ചിലപ്പോൾ 630. അപ്പോൾ 10 മണിക്കൂർ എന്നാണ് എൻ്റെ കണക്ക്, അവരുടെ കണക്കിൽ. അപ്പം 1 മണിക്കൂറിന് 1000, അപ്പോൾ 10,000. പിന്നെ അവരുടെ ബാറ്റ 1000 രൂപ, അതാണ് ഇവിടുത്തെ റേറ്റ്. അപ്പം 11,000 രൂപ നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബായ്.